കഴിഞ്ഞ തവണത്തെ KSEB എക്സാമിൽ ഇത് സബ് എഞ്ചിനീയർ, ഇത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോസ്റ്റുകളെ ഇപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. സോ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയാണ്, ഈ രണ്ട് എക്സാമുകളും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു 50,000 മുതൽ 60,000 വരെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് ഈ രണ്ട് പേർക്കും ലഭിക്കുന്നുണ്ടാവും കേട്ടോ. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, RRBയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, അതേപോലെ എക്സാം ഡേറ്റും ഒക്കെ വന്നു. അതേപോലെ തന്നെ RRB JEE എക്സാമിൻ്റെ ടെൻഡേറ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡേറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, RRB ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്, ഈ രണ്ട് എക്സാംസുകളും നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയോ? ആ ഒരു കൺഫ്യൂഷൻ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, RRB JEE എക്സാം എഴുതുന്നവർ കുറച്ചുകൂടി ഡിലേ ആയിട്ടുണ്ട്. അവർ എക്സ്പെക്റ്റ് ചെയ്തതിലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് എക്സാംസ് ഒക്കെ വരുന്നത് എന്നുള്ള ഒരു എന്താ പറയുക, ചെറിയൊരു നിരാശയും കുറച്ച് ആളുകളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും അധികം എന്താ പറയുക, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ മുന്നിൽ രണ്ട് പോസ്റ്റുകളാണുള്ളത്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മിഷൻ RRB ALP ആൻഡ് JEE എന്നാണ്. അതായത് രണ്ട് എക്സാംസുകളുണ്ട്. ALPയുടെ എക്സാമുണ്ട്, അതേപോലെ തന്നെ JEEയുടെ എക്സാമുണ്ട്. 2024 ഈ രണ്ട് എക്സാംസുകൾ നടക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഇതേ പോസ്റ്റ് തന്നെ പറയാന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ നമ്മൾ PSCയിൽ ഞാൻ പറയാണ്, ഇത് സബ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ, ഇത് നിങ്ങൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് കൺസിഡർ ചെയ്തോളൂ. ലാസ്റ്റ് ഇയറിൽ നടന്ന പരീക്ഷകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി പറയുകയാണ്, ആദ്യമേ പറയാണ്. കഴിഞ്ഞ തവണത്തെ KSEB എക്സാമിൽ ഇത് സബ് എഞ്ചിനീയർ, ഇത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോസ്റ്റുകളെ ഇപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാവും, മിക്കവാറും ആളുകൾക്ക് വേണ്ടി വരെ ഏത് തന്നെയാണ്, അത് RRBയുടെ JEE എക്സാമാണ്. പിന്നെ നിങ്ങൾ പിന്നോട്ട് വലിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ, ALPയുടെ അത്ര വേക്കൻസി JEEയിൽ വരുന്നില്ലല്ലോ. നമ്മൾ സബ് എഞ്ചിനീയർ പോലെ തന്നെയാണ് അല്ലേ, സബ് എഞ്ചിനീയറിൻ്റെ അത്ര വേക്കൻസി എവിടെ വരാറില്ല, ജൂനിയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൽ വരാറില്ല അല്ലേ, ഏകദേശം അതിൻ്റെ പകുതിയെ ഇവിടെ വരാറുള്ളൂ അല്ലേ. ഇവിടെ പകുതി ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയർലി JEE എക്സാം നടക്കുന്നത് കൊണ്ട് അത്രയും വേക്കൻസീസ് കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ട് പോസ്റ്റുകൾ തമ്മിൽ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറേ ബെനിഫിറ്റ് എവിടെ വരുന്നുണ്ട്, ഈ പോസ്റ്റുകൾക്ക് വരുന്നുണ്ട്. സാലറി വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും സിമിലർ ആയിട്ടുള്ള സാലറി തന്നെയാണ് കേട്ടോ. ഈ ALPയുടെ സാലറി നോക്കുകയാണെങ്കിലും JEEയുടെ സാലറി നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സിമിലർ സാലറിയാണ്. ഒരു 50,000 മുതൽ 60,000 വരെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് ഈ രണ്ട് പേർക്കും ലഭിക്കുന്നുണ്ടാവും കേട്ടോ. സോ സാലറി വൈസ് വലിയൊരു കമ്പാരിസൺ ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ സബ് എഞ്ചിനീയർ എയും തമ്മിൽ സാലറിയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ബട്ട് ALP JEE നോക്കുന്ന സമയത്ത് സാലറി വൈസ് എന്ത് ചെയ്യുന്നില്ല, വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ വേറെ കുറേ ബെനിഫിറ്റ്സുകൾ JEE ആസ് കമ്പയർഡ് ടു ALP ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് JEE എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു മാനേജ്മെൻറ്റ് റോളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലീഡിങ് റോളാണ് ജൂനിയർ എഞ്ചിനീയർ. ALP എന്ന് പറയുമ്പോൾ എന്താണ്, അത് കൃത്യമായിട്ടൊരു എംപ്ലോയി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു അണ്ടറിൽ, അതായത് നിങ്ങളിപ്പോൾ എന്താണ്, നിങ്ങളുടെ ഒരു ജോബ്സ് ആ ഒരു ഏരിയ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കവർ ചെയ്താൽ മതി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ടാവും, ഇന്ന ഏരിയ മുതൽ ഇന്ന ഏരിയ വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ലോക്കോ റൺ ചെയ്യേണ്ടി വരും. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രം മതി. പക്ഷേ JEEനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ, ഡിസൈനിങ് സെക്ഷൻ ആണെങ്കിൽ ആ സെക്ഷൻ്റെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി നിങ്ങളാണ്, അതായത് സീനിയർ സെക്ഷൻ എഞ്ചിനീയറിംഗ് പറയുന്ന ആ ഒരു റോൾ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളാണ്. നിങ്ങളുടെ അണ്ടറിൽ ആരുണ്ടാവും, JEEമാരുടെ അണ്ടറിൽ ഒരുപാട് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും അവരൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ടയും റെസ്പോൺസിബിലിറ്റി ആർക്ക് വരുന്നുണ്ട്, JEEക്ക് വരുന്നുണ്ട്. സോ മറ്റൊരു കമ്പാരിസൺ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ, JEEൻ്റെ വർക്ക് ടൈം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി, ഞാൻ പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് പറയല്ല, കമ്പാരിറ്റീവ്ലി JEEയുടെ വർക്ക് ടൈം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ടൈമാണ്. അതായത് ഒരു 9 to 5 ജോബാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആ ഒരു ടൈം ഞാൻ പറയുന്നുണ്ടെങ്കിലും അതിൽ വേരിയേഷൻസ് ഒക്കെ വരാം. എമർജൻസി സിറ്റുവേഷൻസിൽ JEEമാർ മറ്റു ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇതൊരു 9 to 5 ജോബ്, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഓഫീസ് ജോബായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, RRBയുടെ JEE ജോബിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതേസമയം നമ്മൾ ALPയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു 9 to 5 ജോബ് അല്ല, അതെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയും അതേപോലെ തന്നെ
മറ്റു എന്താ പറയുക മറ്റു സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ കൃത്യമായിട്ട് പീരിയോഡിക് റെസ്റ്റും അതേപോലെ തന്നെ ഓരോ ഡ്യൂട്ടി എടുക്കുന്ന സമയത്തുള്ള റെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ചെയ്യാട്ടോ. ALPക്ക് ലഭിക്കുന്ന ഫെസിലിറ്റി, ALPയുമായിട്ടുള്ള ഇൻ്റർവ്യൂസ്, അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. സോ ഞാൻ ഈ 2 ജോബിനെ കുറിച്ച് പറയാൻ കാരണം ഈ 2 ജോബ് നല്ല സാധ്യതയുള്ള ജോബ് തന്നെയാണ്. നമ്മളിപ്പോൾ സബ് എഞ്ചിനീയർ എക്സാം ആണെന്നാണ് നമുക്ക് ആഗ്രഹം, എന്നാൽ നമ്മൾ സബ് എഞ്ചിനീയർ എഴുതാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ആ 2 എക്സാമും ക്രാക്ക് ചെയ്യണമെന്ന് വളരെ സിൻസിയറായിട്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ള ആളുകളാണല്ലേ. അതേപോലെ ഞാൻ പറയുന്നത്, ഇത്തവണ നിങ്ങൾ ഒരു BTech ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 എക്സാമുകൾക്ക് വേണ്ടിയും ട്രൈ ചെയ്യണം. ഞാനത് അങ്ങനെ തന്നെ പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് സെക്യൂർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്. സോ ആ ഡ്രീമിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ 2 എക്സാമുകൾക്ക് വേണ്ടിയും നിങ്ങൾ സിൻസിയറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അത് പോസിബിൾ ആണോ അല്ലയോ നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ 2 എക്സാമുകൾക്ക് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ജൂൺ 1st വീക്ക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജൂൺ 1st വീക്ക് എന്നാണ് ALPയുടെ എക്സാം ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ജൂൺ 1st വീക്ക് തന്നെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്താ പറഞ്ഞത്, ജൂൺ ഓഗസ്റ്റ് എന്നാണ്. അപ്പോൾ ഞാൻ ജൂൺ 1st വീക്ക് കൊടുക്കാൻ കാരണം നമ്മൾ എൻട്രിയുടെ എല്ലാ സ്റ്റഡി പ്ലാനുകളും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കോഴ്സ് എൻട്രിയുടെ ഗോൾഡ് കോഴ്സൊക്കെ നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ജൂൺ 1st വീക്കിലാണ്. കാരണം ജൂൺ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം ജൂലൈയിലേക്കൊക്കെ എക്സാം മാറുമായിരിക്കും. ബട്ട് നമ്മൾ ജൂൺ 1st വീക്ക് തന്നെ ടാർഗറ്റ് ചെയ്യണം, റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റൂല അല്ലേ. അതുകൊണ്ടാണ് എൻട്രിയുടെ സ്റ്റഡി പ്ലാൻ ജൂൺ 1st വീക്കിൽ അല്ലെങ്കിൽ ജൂണിൻ്റെ മുന്നേ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സോ ജൂൺ 1st വീക്ക് നമുക്ക് ALPയുടെ ടയർ 1 എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതേസമയം നോക്കണേ, RRB JEയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂലൈയിലാണ്. നോട്ടിഫിക്കേഷൻ ജൂലൈയിലേ വരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം എത്ര സമയത്തിനുള്ളിൽ നടക്കുന്നു. അപ്പോൾ നമ്മൾ RRBയുടെ ALP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം റണ്ണിങ്ങിലാണല്ലേ. January 19th വന്നു അല്ലേ. January 19th വന്നിട്ട് ഏകദേശം 6 മാസം സമയം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു 5 മാസം ഒന്നും കൂട്ടുക, 6 മാസം കൂട്ടേണ്ട, ഒരു 5 മാസത്തിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജൂണിലാണ് എക്സാം നടക്കുന്നത്. അതേ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ജൂലൈ കഴിഞ്ഞിട്ട് ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷമാണ് എക്സാം നടക്കുന്നതെങ്കിൽ ഡിസംബർ ജാനുവരിയിലായിരിക്കും എക്സാം ഡേറ്റ് ആയിട്ട് നമുക്ക് RRB JE എക്സാമിന് നടക്കാൻ സാധ്യത. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളും നോക്കി. ഈ 2 ഡേറ്റ്സുകൾ തമ്മിൽ നമ്മൾ വ്യത്യാസം നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 6 മാസത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. ജൂൺ ഡിസംബർ എന്ന് പറയുമ്പോൾ 6 മന്തിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയാണ്, ഈ 2 എക്സാമുകളും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഞാനത് പറയാൻ കാരണം ഞാൻ കൃത്യമായിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയാണ്. നിങ്ങൾ ജൂൺ 1st വീക്ക് ആകുന്ന സമയത്ത് തന്നെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂൺ 1st വീക്ക് ആകുന്ന സമയത്ത് തന്നെ ALPയുടെ ടയർ 1 ടയർ 2 സിലബസുകൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതായത് ടയർ 2ൻ്റെ സിലബസ് നമ്മൾ ടയർ 1ന് ശേഷമല്ല കവർ ചെയ്യുന്നത്, ടയർ 1 എക്സാമിന് മുന്നേ തന്നെ ടയർ 1ഉം ടയർ 2ൻ്റെയും പോർഷൻസുകൾ കംപ്ലീറ്റ് ചെയ്യണം. കാരണം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് എക്സാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഓഗസ്റ്റിലൊക്കെ എക്സാം നടന്നേക്കാട്ടോ. നമ്മളിപ്പോൾ ജൂൺ 1st വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്സാമിൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ. സോ ഓഗസ്റ്റിൽ നടക്കുന്ന ഒരാൾ നേരെ തൊട്ടടുത്ത മാസം പോയിട്ട് എന്ത് ചെയ്യാനുണ്ടാവും, ടയർ 2 എക്സാം എഴുതാനുണ്ടാവും. സോ അത്തരം ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടയർ 1 എക്സാമിന് മുന്നേ ആയിട്ട് ടയർ 1ഉം ടയർ 2ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. CBAT പിന്നെ പ്രശ്നമല്ല. CBAT ഞാൻ പറഞ്ഞല്ലോ, CBAT ഒരു 2 വീക്ക് മാക്സിമം, ഒരു 2 വീക്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഒരു 2 ആഴ്ച പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ CBAT നമുക്ക് ക്രാക്ക് ചെയ്യാം. സോ അതിനെക്കുറിച്ച് നിങ്ങൾ വെറി ചെയ്യേണ്ട കാര്യമില്ല. സോ ജൂൺ വരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജൂൺ വരെ നമ്മൾ ALPക്ക് വേണ്ടി ഫോക്കസ് ചെയ്താലും അത് കഴിഞ്ഞ് ഡിസംബർ വരെയുള്ള സമയം നമുക്ക് എന്തിനു കൂടി അവൈലബിൾ ആണ്, JEക്ക് കൂടി അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ നിങ്ങൾ ഇൻ്റലിജൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ 2 എക്സാംസുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അതായത് നിലവിൽ നിങ്ങൾ മറ്റൊരു ജോബും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ദിവസത്തെ ഒരു ദിവസം ഇപ്പോൾ ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയം ഒരു 6 മണിക്കൂറും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 4 മണിക്കൂറൊക്കെ മാറ്റി വെച്ചാലും ഒരു 12 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. ഒരു 12 hours എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഈ 12 hours നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഒരു 10
മണിക്കൂറെങ്കിലും നിങ്ങൾ എന്തിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക? ALPക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക കേട്ടോ. ALPക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക 10 മണിക്കൂർ. അപ്പോൾ ALPക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ജനറൽ ഇൻ്റലിജൻസ് അതേപോലെ തന്നെ റീസണിങ്, ഇത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും മാത്സും ഇത് രണ്ടും എവിടെ കോമൺ ആണ്? ഇത് ALPക്കും അതേപോലെ തന്നെ RRB JEE എക്സാമിനും കോമൺ ആണ്. ആ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. സോ നിങ്ങൾ ALPക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തിനു കൂടി വേണ്ടി പഠിക്കുന്നുണ്ട്? JEE എക്സാമിന് വേണ്ടിയും കൂടി പഠിക്കുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ നമ്മൾ ശരിക്കും ALPക്ക് വേണ്ടി മാത്രമല്ല JEEക്ക് കൂടി എന്താകുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ 2 മണിക്കൂർ സമയം എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക? ഡെയിലി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2+1 ഒരു 3 മണിക്കൂർ എന്ത് ചെയ്യുക? നിങ്ങൾ JEE എക്സാമിന് വേണ്ടിയിട്ടും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ളൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഡിസംബറിലല്ലേ പരീക്ഷ, ഇതിപ്പോൾ ഫെബ്രുവരിയല്ലേ ആയുള്ളൂ, ഇത്രയും നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങണമെന്ന്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. JEE എക്സാമിന് വേണ്ടി നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ALPയുടെ ടയർ 2 കിട്ടും. അതെവിടെ? ALPയുടെ ടയർ 2 പാർട്ട് ബി എന്ന് പറഞ്ഞ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇല്ലേ, ആ ടോപ്പിക്ക് നിങ്ങൾ JEE ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനത് 100% കോൺഫിഡൻ്റ് ആയിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എക്സാമിന് പഠിച്ച സമയത്ത് ഞാൻ JEE എക്സാമിന് വേണ്ടിയായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ സമയത്ത് JEEയുടെ ടെക്നിക്കൽ കണ്ടന്റ് ഒക്കെ പഠിച്ച സമയത്ത് ALPയുടെ എന്താ പറയുക കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ക്രാക്ക് ചെയ്യാൻ പറ്റി. 2 എക്സാംസും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ RRBയുടെ ALP എക്സാമിന് നിങ്ങൾ JEEയുടെ ടെക്നിക്കൽ സബ്ജക്റ്റ്, നിങ്ങൾ ഇലക്ട്രിക്കലിലെ സബ്ജക്റ്റുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട് ബി ഈസിലി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കിലൂടെ മാത്രമേ ഇവിടെ പഠിക്കാനുണ്ടാവും. സോ എനിവേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ 2 എക്സാമിനെയും ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല 2 എക്സാമിന് വേണ്ടി പഠിക്കുക. ഇതുകൊണ്ട് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമത്തെ ബെനിഫിറ്റ്, കുറേ ആളുകൾ വീഡിയോൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എക്സാം എത്രയോ മാസങ്ങൾക്ക് ശേഷമാണല്ലോ, നമ്മൾ എന്തിനാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു നെഗറ്റീവ് കമൻസുകൾ നമ്മൾ വീഡിയോൻ്റെ താഴെ കുറച്ചൊക്കെ കാണുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബോറടി ഉണ്ടാവില്ല. നിങ്ങൾ ALP എക്സാം ക്രാക്ക് ചെയ്യുന്നു, അപ്പോഴേക്കന്നെ JEE എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 എക്സാംസും ക്രാക്ക് ചെയ്യാം. എന്നിട്ട് ഏത് ജോബിന് വേണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ആ ഒരു എന്താ പറയുക ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു വർഷമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം PSCയുടെ ഗോൾഡൻ ഇയർ ആണെങ്കിൽ ഈ വർഷം എന്ന് പറയുന്നത് RRBയുടെ ഗോൾഡൻ ഇയർ ആണ്. ഈ ഇയർ നിങ്ങൾ ശരിക്കും സിൻസിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 എക്സാമുകളും ഏറ്റവും അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ എക്സാംസുകൾ 2ഉം ക്രാക്ക് ചെയ്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 2 എക്സാംസുകൾ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാൻസുകളൊക്കെ ഞാൻ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പറയാൻ കാരണം, ഇത് പോസിബിൾ ആണോ അല്ലയോ, ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട് എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ്. അതിനൊറ്റ ആൻസറേ ഉള്ളൂ, അത് യെസ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ 2 എക്സാംസുകളും ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ ക്രാക്ക് ചെയ്യാം. ഈ 2 എക്സാംസുകളും ക്രാക്ക് ചെയ്യാൻ വേണ്ട എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാനും സ്റ്റഡി സ്ട്രാറ്റജിയുമാണ് എൻട്രിയുടെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ. ഈ 2 എക്സാംസിനോട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ബാച്ചിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 2 എക്സാംസുകൾ ഈ ഇയർ എന്ന് പറയുന്നത് 2 സെൻട്രൽ ഗവൺമെൻറ് ജോബുകൾ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അത് നമ്മൾ പിന്നീട് ആലോചിക്കാം. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക, നിങ്ങൾ എന്താണ്, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, ALP ആണോ JEE ആണോ. നമുക്ക് JEEമാരെയും ALPമാരൊക്കെ നമുക്ക് ഈ ചാനലിൽ കൊണ്ടുവരാം. എന്നിട്ട് അവരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഏത് ജോബ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 എക്സാം ക്രാക്ക് ചെയ്യണം. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.